പതാക ഉയർത്തി നമ്മൾ പ്രാരംഭം കുറിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തെ പഠിക്കാൻ വന്നവർ, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ വന്നവർ, നിത്യജീവനിലേക്ക് വളരുന്ന അനുഭവമാണ് ഇതുപോലുള്ള ക്യാമ്പുകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ വളർച്ച. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ശരീരപ്രകാരം പഠിക്കുന്നു, വളരുന്നു, നല്ല ഉന്നതിയുള്ള ജോലിയിലെത്തുന്നു, അതൊക്കെ. പക്ഷെങ്കിൽ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ സാരാംശമാണ്. ആ സാരാംശം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നിലനിൽക്കുന്നു. അത് നിത്യജീവൻ പ്രാപിപ്പാനൊക്കെ വേണം നമ്മെ അറിവുള്ളവർ, വേദജ്ഞാനം ഗ്രഹിച്ചിട്ടുള്ളവർ, അധ്യാപകർ നമ്മെ പരിശീലിപ്പിക്കുകയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വചനത്തിൽ പറയുന്ന ഒരു വാക്യം മാത്രം പറയുന്നു, മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിദ്യാർത്ഥികളാണ്. പഠിക്കുവാനായിട്ടിരിക്കുമ്പോഴും പരീക്ഷ എഴുതുവാൻ ഒരുങ്ങുമ്പോഴും ഒരു കാലഘട്ടം കഴിയുമ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ പ്രവേശിക്കുമ്പോഴും ജോലിയിൽ പ്രവേശിക്കുമ്പോഴും കുടുംബമാകുമ്പോഴും ഒക്കെ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പടിപടിയായി ഉയർന്നു വരുമ്പോൾ ദൈവത്തെ ആയിരിക്കണം മുൻനിർത്തി ജീവിക്കുന്നത്. അങ്ങനെ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്നവർക്ക് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും സമൃദ്ധികളും ദൈവം നൽകുമെന്നുള്ളത് ധ്വനിയാണ്. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വാക്യത്തിലുള്ളത്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇപ്പോഴ് നമ്മൾ ഈ പതാക ഉയർത്തുന്നത് സാധാരണ ചെയ്യുന്നത് പോലെയുള്ള ഒരു രീതിയിലല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒന്ന് രണ്ട് ജൈവിളികളൊക്കെ നടത്തി ഈ പതാക അങ്ങ് ഉയർത്തുകയാണ്. ഇനി ഞാൻ ചൊല്ലുന്നത് നിങ്ങൾ ഉച്ചയിച്ചിന് വേണ്ടി വരും. നല്ല കോൺക്രീറ്റ് കെട്ടിടമാണെങ്കിൽ എത്ര ഒച്ച എടുത്താലും ഇത് പടുത്തു വീഴൊന്നുമില്ല. ധൈര്യമായിട്ട് ഒച്ച ചൊല്ലിക്കണം. ജയ്